സക്സസ് ഫയലിലേക്ക് സ്വാഗതം. LDC സ്പെഷ്യൽ ക്യൂക്ക് റിവിഷൻ ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 100 ചോദ്യങ്ങളാണ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ആണ്. മൗണ്ട് K2 ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര കാരക്കോറമാണ്. കാരക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന നദി. അടുത്ത ചോദ്യം, കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം. കടൽ തീരം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. കടൽ തീരം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. കടൽ തീരം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനമാണ് തെലങ്കാന. ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം തെലങ്കാന. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭയാണ്. ഗ്രാമസഭ. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം. ടോക്കോഫെറോൾ ജീവകം E ആണ്. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം E. റെഡ് ക്രോസ് ദിനം എന്നാണ്. റെഡ് ക്രോസ് ദിനം മെയ് 8 ആണ്. മെയ് 8 ആണ് റെഡ് ക്രോസ് ദിനമായിട്ട് ആചരിക്കുന്നത്. മെയ് 8. ബുള്ളി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുള്ളി എന്ന പദം ഹോക്കിയാണ്. ബുള്ളി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? ഗാന്ധിജിയെ കുറിച്ചാണ്. എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? ഗാന്ധിജി. വിറ്റാമിൻ B2 രാസനാമം. വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ. വിറ്റാമിൻ B2 രാസനാമമാണ് റൈബോഫ്ലാവിൻ. ലോക് നായക് എന്നറിയപ്പെടുന്നത്. ലോക് നായക് ജയപ്രകാശ് നാരായൺ. ലോക് നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ഗുൽസാരിലാൽ നന്ദ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് ഭാർഗവി നിലയം. ഇന്ദുപ്പ് എന്നറിയപ്പെടുന്നത്. ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഇന്ദുപ്പ് എന്ന് അറിയപ്പെടുന്നത്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത്. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം. ലോക സമുദ്ര ദിനം എന്നാണ്. ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 8 ആണ്. ജൂൺ 8 ആണ് ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത്. മൂക്കിലെ പാലത്തിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമം. മൂക്കിലെ പാലത്തിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ് എത്മോയിഡ്. അസ്ഥിയുടെ പേര് എത്മോയിഡ്. ദേശീയ വാക്സിനേഷൻ ദിനം. ദേശീയ വാക്സിനേഷൻ ദിനം എന്നാണ്. മാർച്ച് 16 ആണ്. മാർച്ച് 16 ആണ് ദേശീയ വാക്സിനേഷൻ ദിനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യത്തെ തിരുവിതാംകൂർ സ്വദേശി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യത്തെ തിരുവിതാംകൂർ സ്വദേശിയാണ് GP പിള്ള. GP പിള്ള. മലയാള കവിതയിലെ സംക്രമ പുരുഷൻ എന്ന് അറിയപ്പെടുന്നത്.
മലയാള കവിതയിലെ സംക്രമ പുരുഷൻ എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. പ്രോഗ്രാം ഫയലുകളെയോ കമ്പ്യൂട്ടറിലെ മറ്റു ഫംഗ്ഷനുകളെയോ സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിത്രങ്ങൾ അറിയപ്പെടുന്നത്. പ്രോഗ്രാം ഫയലുകളെയോ കമ്പ്യൂട്ടറിലെ മറ്റു ഫംഗ്ഷനുകളെയോ സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിത്രങ്ങൾ അറിയപ്പെടുന്നത് ഐക്കൺ എന്നാണ്. ഐക്കൺ. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റാംസാർ കൺവെൻഷൻ. റാംസാർ കൺവെൻഷൻ. കേരളത്തിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയ വർഷം. കേരളത്തിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയ വർഷമാണ് 2007. കുഞ്ഞാലി മരക്കാർ നാലാമൻ വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? കുഞ്ഞാലി മരക്കാർ നാലാമൻ വധിക്കപ്പെട്ടത് ഗോവയിലാണ്. ഗോവ. രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രം. രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രത്തിന്റെ പേരാണ് കാദംബരി. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സാഹിത്യകാരൻ ആരാണ്? രാജ്യസഭാംഗമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള സാഹിത്യകാരനാണ് സർദാർ കെ.എം. പണിക്കർ. സർദാർ കെ.എം. പണിക്കർ. ഡോക്ടർ സാലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. ഡോക്ടർ സാലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ഡോക്ടർ സാലിം അലിയാണ്. ഡോക്ടർ സാലിം അലി ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പ്ലാസ്മ. ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തി മലയാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ഉറുദു ഭാഷയാണ്. ഉറുദു. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ലാണ്. നെല്ല്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക് ആണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. കണ്ണൂർ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ്. അപ്പോൾ വളപ്പിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന പ്രതിമ ഏതാണ് എന്ന് കമന്റ് ചെയ്യുക. വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ വേലുത്തമ്പി ദളവ. ബാരിസ് എന്നറിയപ്പെടുന്ന നദി. ബാരിസ് പമ്പ നദിയാണ്. ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പ നദി. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. 2 സംസ്ഥാനങ്ങളുമായിട്ട് തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏതാണ്? വയനാട്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ല. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? കാനഡ. ഏതിൻ്റെ അയിരാണ്? ഗലീന. ഗലീന എന്തിൻ്റെ അയിരാണ്? കറുത്തീയത്തിൻ്റെ അയിരാണ്. കറുത്തീയത്തിൻ്റെ അയിരാണ് ഗലീന. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ ഡി. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ഇന്ത്യയുടെ മഗ്ന കാർട്ട മൗലികാവകാശങ്ങളെയാണ്. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? മൗലിക അവകാശങ്ങളെയാണ്. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാകുന്നത്? രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാകുന്നത്. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് പശ്ചിമ ബംഗാളിലാണ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏതാണ്?
കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏതാണ്? കോട്ടയം. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ സ്കെയിൽ. മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത്? മോഹിനിയാട്ടത്തിന്റെ അമ്മ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്ന് അറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമരം സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. കന്നിമരത്തിന് ഏകദേശം 450 വർഷത്തിലധികം പഴക്കമാണുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമരം സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. കന്നിമരത്തിന് ഏകദേശം 450 പരം പ്രായമാണ് കണക്കാക്കുന്നത്. ഗ്ലാസ് ലയിക്കുന്നത് ഹൈഡ്രോഫ്ലോറിക് ആസിഡ്. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോൾ? 2020 ജനുവരി 10 പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10. മരതകം രാസപരമായി എന്താണ്? രാസപരമായി ബെറിലിയം അലൂമിനിയം സിലിക്കേറ്റ് ആണ്. വയോജന വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സ്ഥാപനം? സ്ഥാപനമാണ് കാൻഫെഡ്. ഫുൾ ഫോം കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. വയോജന വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കാൻഫെഡ് എന്നാൽ കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. കാർഗിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് സുരു നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയിൽ പണികഴിപ്പിച്ച സ്മാരകം? ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയിൽ പണികഴിപ്പിച്ച സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. കാറ്റുവീഴ്ച എന്ന രോഗം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നത് തെങ്ങാണ്. തെങ്ങ്. 100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? 100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് കരിവെള്ളൂർ പഞ്ചായത്താണ്. കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ പഞ്ചായത്താണ് 100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത്. എൻ മകാജെ എഴുതിയത്? എൻ മകാജെ എന്ന കൃതി ആരുടേതാണ്? അംബികാസുധൻ മങ്ങാടിൻ്റെതാണ് എൻ മകാജെ എന്ന കൃതി. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ്. എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദി? നദിയാണ് മുതിരപ്പുഴ. മുതിരപ്പുഴയിലാണ് ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. മുതിരപ്പുഴ പെരിയാറിന്റെ പോഷക നദിയാണ്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം കഞ്ചിക്കോടാണ്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? മദൻ മോഹൻ മാളവ്യ. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഇന്ത്യൻ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരിയാണ്. ന്യൂഡൽഹിയില് ചാണക്യപുരിയിലാണ് ഇന്ത്യൻ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ചാണക്യപുരി.
വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു, വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത് റെഡോപ്സിൻ ആണ്. റെഡോപ്സിൻ ആണ് വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു, റെഡോപ്സിൻ. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ് ആണ്. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ എവിടുത്തെ ഔഷധ സസ്യങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഗ്രന്ഥത്തിന്റെ പേര് ഹോർത്തൂസ് മലബാറിക്കസ്. ശിലാതൈലം എന്നറിയപ്പെടുന്ന വസ്തു, ശിലാതൈലം പെട്രോളാണ് ശിലാതൈലം എന്നറിയപ്പെടുന്ന വസ്തു. ഭൂമിയിലെ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ് ഭൂമിയിലെ മൂന്നാം ധ്രുവം എന്ന് അറിയപ്പെടുന്നത്, സിയാച്ചിൻ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം, 16 കിലോമീറ്റർ. പ്രഷർ കുക്കറിൽ കൂടുതൽ വേഗത്തിൽ പാചകം ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം? പ്രഷർ കുക്കറിൽ കൂടുതൽ വേഗത്തിൽ പാചകം ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം ഉയർന്ന മർദ്ദം ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിനാലാണ്. ഉയർന്ന മർദ്ദം ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിനാലാണ് പ്രഷർ കുക്കറിൽ കൂടുതൽ വേഗത്തിൽ പാചകം ചെയ്യാൻ സാധിക്കുന്നത്. ഇരയുടെ സാന്നിധ്യം അറിയാനും തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനും വവ്വാൽ, ഡോൾഫിൻ തുടങ്ങിയ ജീവികൾ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം. വവ്വാൽ, ഡോൾഫിൻ തുടങ്ങിയ ജീവികൾ ഉപയോഗിക്കുന്ന ശബ്ദതരംഗമാണ് അൾട്രാസോണിക്. ഇരയുടെ സാന്നിധ്യം അറിയാനും തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നത്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കുമ്മായം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത്. 1896 കൊൽക്കത്ത സമ്മേളനം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരളത്തിന്റെ തനത് ലാസ്യ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താനാണ്. 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി. ആരുടെ കൃതിയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്? അരുന്ധതി റോയുടേതാണ്. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്നത് മീനച്ചിലാർ. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. അൾമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി. അൾമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദി. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 5. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിയുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം. 1920 1920 1947. 1920-47 കാലഘട്ടമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം. ചതുപ്പുപനി മലേറിയയാണ് ചതുപ്പുപനി എന്ന് അറിയപ്പെടുന്നത്. മലേറിയ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയത് പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്,
ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ബംഗാൾ ഗസറ്റാണ്. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം. ക്ലാസ്സിൽ നമ്മൾ നോക്കിയ ചോദ്യങ്ങളെല്ലാം തന്നെ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്